ഹായ് ഗൈസ്, അപ്പോൾ ഈ വീഡിയോയിൽ ബ്ലെൻഡറിൽ പഠിച്ചു തുടങ്ങുന്നവർക്ക് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു 3D മോഡലാണ് നമ്മൾ ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ മോഡൽ വേണമെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാനാണ്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ എല്ലാ വീക്കിലും ബ്ലെൻഡറിൻ്റെ ട്യൂട്ടോറിയൽസ് മലയാളത്തിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ആദ്യം സിലിണ്ടർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ആദ്യം ഒരു സിലിണ്ടർ സെലക്ട് ചെയ്യുന്നു. അതിൽ ഞാൻ വെർട്ടെക്സ് കൗണ്ട് ഒരു 18 കൊടുക്കുന്നു. ഓക്കെ, 18 കൊടുത്തു. കാരണം നമുക്ക് ഓൾറെഡി ഇതിന് സ്മൂത്ത് ആഡ് ചെയ്യാനായിട്ടുള്ളതാണ്. ഞാൻ G പ്രസ് ചെയ്യുന്നു. എഡിറ്റ് മോഡിൽ ഇത് മൂവ് ചെയ്ത് ഗ്രൗണ്ട് പ്ലെയിനിലേക്ക് ഇങ്ങനെ വെച്ചു. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ പൊക്കത്തെ ഒരു ഏരിയ, അതായത് ഈ ഒരു ഫേസ് നമുക്ക് സ്കെയിൽ ചെയ്യണം. അതിന് ഇവിടെ പോയിട്ട് ഫേസ് മോഡ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഈ ഫേസ് ഇങ്ങനെ S പ്രസ് ചെയ്തിട്ട് മൗസ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ സ്കെയിലാവും. ഓക്കെ, ഈ ഒരു ചെറിയൊരു സ്ലോപ്പിന് ഞാൻ സ്കെയിൽ ചെയ്ത് വെച്ചു. അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ ഹാൻഡിൽ ക്രിയേറ്റ് ചെയ്യണം. ഹാൻഡിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് 2 ലൂപ്പ് കട്ട് ആഡ് ചെയ്യണം. ഇനി ലൂപ്പ് കട്ട് ആഡ് ചെയ്യാൻ Ctrl+R പ്രസ് ചെയ്യുന്നു. എഡിറ്റ് മോഡിൽ ഒരു ലൂപ്പ് ആഡ് ചെയ്തു. ഇനി ഞാനിതിങ്ങനെ ജസ്റ്റ് മൂവ് ചെയ്ത് വെക്കുന്നു. ഇവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്തു. ആ ലൂപ്പ് അവിടെ ഫിക്സ്ഡ് ആയി. അതേപോലെ തന്നെ താഴെ ലൂപ്പ് ആഡ് ചെയ്യുന്നു. ഓക്കെ, സിമ്പിൾ. ഇനിയിപ്പോൾ ഈ എഡ്ജ് ലൂപ്പ് മൊത്തം സെലക്ട് ചെയ്യാനായിട്ട് Alt+Shift ഹോൾഡ് ചെയ്ത് ഈ 2 എഡ്ജ് ലൂപ്പ് സെലക്ട് ചെയ്താൽ ആ ഒരു ഫുൾ ലൂപ്പ് സെലക്ട് ആവും. ഇനിയിപ്പോൾ നമുക്കിവിടെ ബെവൽ കൊടുക്കണം. അതായത് ലൂപ്പ് കട്ട് ആഡ് ചെയ്യാനായിട്ട് ബെവൽ കൊടുക്കണം. Ctrl+B പ്രസ് ചെയ്യുന്നു. ഞാൻ ബെവൽ കൊടുത്തു. ഓക്കെ, ബെവൽ ആഡ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഹാൻഡിൽ പുറത്തേക്ക് എക്സ്ട്രൂഡ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഈ സൈഡ് വ്യൂവിൽ പോകുന്നു. ഈ 2 ഫേസ് നമ്മൾ ഡ്രാഗ് ചെയ്തിങ്ങനെ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഇതിപ്പോൾ ഇത് കുറച്ച് ഇങ്ങോട്ട് റൊട്ടേറ്റ് ആയിട്ടായിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ജസ്റ്റ് ഈ ഒരു വെർട്ടെക്സ് മാച്ച് ചെയ്യാനായിട്ട് വയർ ഫ്രെയിം മോഡിൽ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തിങ്ങനെ വെക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു കറക്റ്റ് എഡ്ജ് ഈ ഒരു X ആക്സിൽ വന്നു. ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് ഫേസ് മോഡിൽ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഈ 2 ഫേസും സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഇത്രയും ഫേസ് സെലക്ട് ചെയ്തു. ഇനി ഞാൻ ജസ്റ്റ് ഇൻസേർട്ട് ചെയ്യുന്നു. എന്നിട്ട് I പ്രസ് ചെയ്യുന്നു. ഇൻസേർട്ട് ചെയ്യുന്നു. ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് എന്തിനാണ് സബ്ഡിവിഷൻ കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇൻസേർട്ട് ചെയ്തു. ഇനി ഇത് പുറത്തേക്ക് എക്സ്ട്രൂഡ് ചെയ്യണം. ഇപ്പോൾ ഞാൻ എക്സ്ട്രൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് താഴേക്ക് പോകും. കാരണം ഈ ഒരു ഫേസ് മൊത്തത്തിൽ താഴേക്കായിരിക്കുന്നത്. അപ്പോൾ ഇത് Xൽ മാത്രം എക്സ്ട്രൂഡ് ചെയ്യാനായിട്ട് E പ്രസ് ചെയ്തിട്ട് X പ്രസ് ചെയ്യുക. അപ്പോൾ അത് Xൽ മാത്രമേ മൂവ് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇങ്ങനെ വെച്ചു. ഇനിയിപ്പോൾ ഇത് 2 സെലക്റ്റഡ് ആണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു ഫേസ് നമുക്കറിയാം, ഇതൊരു ട്രയാങ്കിൾ പോലെ ഇരിക്കുന്നത്. അതായത് കൂർത്തിരിക്കുന്ന ഭാഗം നമുക്കിത് ഫ്ലാറ്റ് ആക്കണം. അതിനായിട്ട് നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇത് ഏത് ആക്സിസിലാണ് നോക്കുക. അപ്പോൾ ഇത് X ആക്സിസിലാണ് പോകുന്നത്. അപ്പോൾ ഞാൻ അതിനായിട്ട് സ്കെയിൽ ചെയ്യാനായിട്ട് S പ്രസ് ചെയ്യുന്നു. എന്നിട്ട് X പ്രസ് ചെയ്യുന്നു. 0 കൊടുക്കുന്നു. അപ്പോൾ കണ്ടോ, അത് ആ X ആക്സിലേക്ക് സ്കെയിലായി, 0 ആയി. ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിങ്ങനെ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുന്നു. അതായത് ഈ ഒരു വയർ ഫ്രെയിം മോഡ് എടുക്കാനായിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്നെങ്കിൽ ഇവിടെ പോയിട്ട് നിങ്ങൾക്ക് വയർ ഫ്രെയിം മോഡ്, സോളിഡ് മോഡ് സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ Z പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വയർ ഫ്രെയിം, സോളിഡ് ഇങ്ങനെ സെലക്ട് ചെയ്യാം. അതിന് ഞാൻ വയർ ഫ്രെയിം എടുക്കുന്നു. ഡ്രാഗ് ചെയ്ത് ഈ ഒരു ഫേസ് മൊത്തം സെലക്ട് ചെയ്യുന്നു. അതായത് ഫ്രണ്ട് വ്യൂവിൽ വന്നു. റൊട്ടേറ്റ് ചെയ്യുന്നു. R പിന്നെ മൗസിൽ ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ റൊട്ടേറ്റ് ആവും. R പ്രസ് ചെയ്തിട്ട്. ഓക്കെ, റൊട്ടേറ്റ് ചെയ്തു. ഇനി ഞാൻ ജസ്റ്റ് E പ്രസ് ചെയ്യുന്നു. എക്സ്ട്രൂഡ് ചെയ്യുന്നു. ഒന്ന് റൊട്ടേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ വെച്ചു. ഓക്കെ, ഇങ്ങനെ വെച്ചു. ഇനിയിപ്പോൾ താഴത്തേത് ഞാൻ ജസ്റ്റ് സ്കെയിൽ ചെയ്യുന്നു, ചെറുതാക്കുന്നു. E പ്രസ് ചെയ്യുന്നു, റൊട്ടേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനിയിപ്പോൾ ഈ ഒരു രണ്ട് ഫേസും നമുക്ക് ബ്രിഡ്ജ് ചെയ്യണം. അതിനായിട്ട് ഈ ഒരു ഫേസ് സെലക്ട് ചെയ്യുന്നു. ഈ ഒരു ഫേസ് സെലക്ട് ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക്, ബ്രിഡ്ജ് ഫേസസ് കൊടുക്കുന്നു. കണ്ടോ, ബ്രിഡ്ജായി. ഇനിയിപ്പോൾ ഇവിടെ ഒരു ലൂപ്പ് ആഡ് ചെയ്യാനായിട്ട് Ctrl+R ലൂപ്പ് ആഡ് ചെയ്യുന്നു. പിന്നെ മൂവ് ചെയ്യുന്നു. കണ്ടോ, ഇനിയിപ്പോൾ നമ്മൾ ഹാൻഡിൽ ക്രിയേറ്റ് ചെയ്തു. ഇനിയിപ്പോൾ ഈ ഹാൻഡിലുണ്ടോ, ഇതിന് കുറച്ച് വീതി കൂടുതല. അപ്പോൾ നമുക്ക് കുറച്ച് ഇത് കുറയ്ക്കണം. എന്നിട്ട് ഞാൻ ആദ്യം ജസ്റ്റ് ഇത്രയും, അതായത് വയർ ഫ്രെയിം മോഡിൽ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും ഫേസ് സെലക്റ്റായി. അപ്പോൾ വയർ ഫ്രെയിം മോഡ് എടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് ഇത്രയും ഫേസ് സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ മാനുവലായിട്ട് സോൾഡ് മോഡിൽ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ സെലക്ട് ചെയ്യേണ്ടി വരും. അതിനൊരു വയർ ഫ്രെയിം മോഡ് എടുത്തിട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ഫേസ് സെലക്റ്റായി. ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് സ്ക്യൂസ് ചെയ്യാനായിട്ട് S പ്രസ് ചെയ്യുന്നു. Y ആക്സിസിൽ ഇങ്ങനെ ഡ്രാഗ് ചെയ്യുന്നു. കണ്ടോ, അപ്പോൾ Y ആക്സിസിൽ ഇങ്ങനെ സ്കെയിലായി. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഇത്രയും ഫാസ്റ്റ് സ്കെയിൽ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ പോയിട്ട് ഈ ഒരു ഫേസ് മോഡ് സെലക്ട് ചെയ്യുന്നു. ഈ 2 ഫേസ് സെലക്ട് ചെയ്യുന്നു. ഈ ഒരു 2 റോ അൺസെലക്ട് ചെയ്തു. കണ്ടോ, അതിനായിട്ട് ജസ്റ്റ് ഫേസ് മോഡ് എടുക്കുക. Alt+Shift ഹോൾഡ് ചെയ്യുക. ഈ ഒരു എഡ്ജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ആ ഒരു റോ മൊത്തം അൺസെലക്റ്റ് ആയി. ഇനിയിപ്പോൾ ഇത്രയും മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ ഒന്നും കൂടെ SY കണ്ടോ, ഈ ഒരു ഇതിലേക്ക് സ്കെയിൽ ചെയ്തു. കണ്ടോ, ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് കപ്പിൻ്റെ അകത്തെ ഭാഗം ചെയ്യാനായിട്ട് ജസ്റ്റ് ഇവിടെ ഈ ഒരു ഫേസ് സെലക്ട് ചെയ്യുന്നു. ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുന്നു. I പ്രസ് ചെയ്യുന്നു. ഇൻസേർട്ട് ചെയ്യുന്നു. ജസ്റ്റ് താഴേക്ക് എക്സ്ട്രൂഡ് ചെയ്യുന്നു. അതിനായിട്ട് ഞാൻ ഫ്രണ്ട് വ്യൂവിൽ പോകുന്നു. വയർ ഫ്രെയിം എടുക്കുന്നു. E പ്രസ് ചെയ്യുന്നു. എക്സ്ട്രൂഡ് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് ഈ ഒരു പുറത്തെ ഒരു
സ്ലോപ്പ് മാച്ച് ചെയ്യാനായിട്ട് അകത്തെ ഭാഗവും നമ്മളിങ്ങനെ സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ അകത്തെ മാച്ചായി, ആ ഒരു സ്ലോപ്പ് മാച്ചായി. ഇനിയിപ്പോൾ നമുക്കിവിടെ സപ്പോർട്ടിങ് ലൂപ്സ് ആഡ് ചെയ്യണം. അതിന് ഞാൻ ജസ്റ്റ് ഈ ഫേസ് തന്നെ ഇങ്ങനെ സെലക്ട് ചെയ്യുന്നു, Ctrl B പ്രസ് ചെയ്യുന്നു, ഇങ്ങനെ ഡ്രാഗ് ചെയ്യുന്നു. ഇനിയിപ്പോൾ ഞാൻ ഒന്നും കൂടെ മൗസിൽ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഒരു ലൂപ്പും കൂടെ ആഡായി. എനിക്കിപ്പോൾ 3 ലൂപ്പ് മതി, അതുകൊണ്ട് ഞാനിങ്ങനെ സെലക്ട് ചെയ്ത് വെക്കുന്നു. ഇനി ഞാൻ ഈ ഫേസ് സെലക്ട് ചെയ്യുന്നു, ഐ ഞെക്കുന്നു, ഇൻസേർട്ട് ചെയ്യുന്നു, ഇങ്ങനെ വെക്കുന്നു. ഇനിയിപ്പോൾ നമുക്കിത് കണക്ട് ചെയ്യണം, ബ്രിഡ്ജ് ചെയ്യണം, അതായത് എല്ലാം കൂടെ മെർജ് ചെയ്യണം. എന്നിട്ട് M പ്രസ് ചെയ്യുന്നു, അറ്റ് സെൻറ്റർ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ എല്ലാം കൂടെ സെൻറ്ററിലേക്ക് മെർജായി. അതേപോലെ തന്നെ സെയിം താഴെ ഇൻസേർട്ട് ചെയ്യുന്നു, ഒരു സപ്പോർട്ട് ലൂപ്പ് ഇവിടെ ഇപ്പോൾ ആഡായി. ഇനിയിപ്പോൾ ഇത് സെലക്ട് ചെയ്യുന്നു, ഇൻസേർട്ട് ചെയ്യുന്നു, M പ്രസ് ചെയ്യുന്നു, അറ്റ് സെൻറ്റർ കൊടുക്കുന്നു, മെർജ് ചെയ്തു. കണ്ടോ സിമ്പിൾ. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെയും സപ്പോർട്ടിംഗ് ലൂപ്പ് ആഡ് ചെയ്യണം. അതിന് ഞാൻ ജസ്റ്റ് ഈ റോ മൊത്തം ഇങ്ങനെ സെലക്ട് ചെയ്യുന്നു, ഓൾട്ട് ഷിഫ്റ്റ് സെലക്ട് ചെയ്യുന്നു, ഇൻസേർട്ട് ചെയ്യുന്നു, ഐ പ്രസ് ചെയ്യുന്നു, ഇൻസേർട്ട് ചെയ്യുന്നു, ജസ്റ്റ് ഇങ്ങനെ മുകളിലേക്ക് മൂവ് ചെയ്ത് വെച്ചു. കണ്ടോ ഒരു ബമ്പ് ഫീൽ കിട്ടുന്ന പോലെ മൂവ് ചെയ്ത് വെച്ചു. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കിതിന് സ്മൂത്ത് കൊടുക്കുക. റൈറ്റ് ക്ലിക്ക്, ഷെയ്ഡ് സ്മൂത്ത്. കണ്ടോ ഇപ്പോൾ പക്ഷേ ആ ഒരു സ്മൂത്ത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല, അതായത് ഇത് ഇപ്പോഴും ഒരു പെട്ടി പോലെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ വരുന്നു, മോഡിഫയറിൽ വരുന്നു, ആഡ് മോഡിഫയർ ഞെക്കുന്നു, ജനറേറ്റ് കൊടുക്കുന്നു, സബ് ഡിവിഷൻ സർഫസ് സെലക്ട് ചെയ്യുന്നു. കണ്ടോ ഇപ്പോൾ ഒരു സ്മൂത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഈ വ്യൂ പോർട്ട് ലെവൽ 2 കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ പെർഫെക്റ്റ് ആയിട്ടൊരു കപ്പിൻ്റെ സ്മൂത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ ഇപ്പോൾ ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഇൻസേർട്ട് ചെയ്തത് കൊണ്ടാണ് ഇവിടെ പ്രോപ്പറായിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഞാൻ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ കണ്ടോ ഇതിങ്ങനെ വലിഞ്ഞു പോകും. ഓക്കെ, അതിനാണ് നമ്മൾ ആദ്യമേ ഇവിടെ ഇൻസേർട്ട് ചെയ്തത്. അതേപോലെ ഇപ്പോൾ നമുക്ക് ഇവിടെ ഇനിയും ഷാർപ്പാക്കണം, ഇവിടെ ഒരു ലൂപ്പ് അടിച്ച് കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ ഇങ്ങനെ ഷാർപ്പാവും. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ ഒരു ഷാർപ്പ് മതി, ഞാൻ ഈ ഒരു ലെവലിൽ ആഡ് ചെയ്ത് വെച്ചു. ഇപ്പോൾ നമ്മൾ കപ്പ് പ്രോപ്പറായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് ഇതിൻ്റെ താഴെ വെക്കാനുള്ള ആ ഒരു സോസർ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അതിനായിട്ട് ഞാൻ ജസ്റ്റ് ഷിഫ്റ്റ് A പ്രസ് ചെയ്യുന്നു, മെഷിൽ സർക്കിൾ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, സർക്കിൾ ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് 32 ആയിരിക്കും വരുന്നത്. നമ്മൾ ഓൾറെഡി ഇതിന് സബ് ഡിവിഷൻ കൊടുത്ത് സ്മൂത്ത് ആഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നമുക്കിത് കുറച്ച് കുറയ്ക്കാം. ഞാനൊരു 15 സെലക്ട് ചെയ്തു. എന്നിട്ട് ഞാനിങ്ങനെ സ്കെയിൽ ചെയ്ത് വെച്ചു. ഈ ഒരു സൈസാണ് എനിക്ക് വേണ്ടത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ സ്കെയിൽ ചെയ്യാം. എന്നിട്ട് ഞാൻ ജസ്റ്റ് F പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫില്ലാവും. കണ്ടോ ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പകുതി വരുന്ന രീതിയിൽ ഇൻസേർട്ട് ചെയ്തൊരു ലൂപ്പ് ആഡ് ചെയ്ത് വെക്കുന്നു. കണ്ടോ ഇങ്ങനെ വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് എന്നാ ചെയ്യേണ്ടത്, ഈ അകത്തെ സാധനം താഴേക്ക് കുറച്ച് താഴ്ന്നായിരിക്കേണ്ടത്. അതിന് ഞാൻ നെക്സ്റ്റ് ഒന്നും കൂടെ ഇൻസേർട്ട് ചെയ്യുന്നു, എന്നിട്ട് G പ്രസ് ചെയ്ത് താഴേക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് വെച്ചു. കണ്ടോ ഇപ്പം നമുക്ക് ആ ഒരു സോസറിൻ്റെ ഷേപ്പ് കിട്ടി. ഇനി ജസ്റ്റ് ഇത് നമ്മുടെ കപ്പിൽ ടച്ച് ചെയ്ത് നിൽക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കപ്പിൽ മൂവ് ചെയ്ത് ടച്ച് ചെയ്ത് വെക്കുന്നു. ഇങ്ങനെ വെച്ചു. കണ്ടോ ഇപ്പോൾ കറക്റ്റായിട്ട് ടച്ച് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ഇവിടെ എല്ലാം എഡ്ജ് ലൂപ്പ് ആഡ് ചെയ്യാനായിട്ട് ഈ എഡ്ജ് ലൂപ്പ് എല്ലാം സെലക്ട് ചെയ്യുന്നു, Ctrl B പ്രസ് ചെയ്യുന്നു, ബെവൽ കൊടുക്കുന്നു, ഒരു 3 സെഗ്മെൻറ്റ് ആഡ് ചെയ്യുന്നു. ഇനി ഞാൻ ജസ്റ്റ് കപ്പ് ഒന്ന് ഹൈഡ് ചെയ്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഈ ഒരു ഫേസ് ഫില്ല് ചെയ്തിട്ടില്ല. അതിന് ഞാൻ നേരത്തെ ചെയ്ത സെയിം സാധനം ഐ സെലക്ട് ചെയ്യുന്നു, ഇൻസേർട്ട് ചെയ്യുന്നു, M അറ്റ് സെൻറ്റർ കൊടുക്കുന്നു, മെർജ് ചെയ്തു. കണ്ടോ ഇനിയിപ്പോൾ ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഷെയ്ഡ് സ്മൂത്ത് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു കട്ടെല്ലാം നമുക്ക് കാണുന്നില്ല, കറക്റ്റായിട്ട് ഇതായി. ഇനിയിപ്പോൾ നമുക്ക് ഇതിന് കുറച്ച് ഡെപ്ത് കൊടുക്കണം. ഇതിപ്പോൾ പ്ലെയിൻ ആയിട്ടായിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഈ പ്രസ് ചെയ്യുന്നു, താഴേക്ക് എക്സ്ട്രൂഡ് ചെയ്യുന്നു. കണ്ടോ ഈ ഒരു ഡെപ്ത് കൊടുത്തു, ആ ഒരു കപ്പുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ സപ്പോർട്ട് ലൂപ്സ് ആഡ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഈ ഒരു റോ മൊത്തം ഇങ്ങനെ സെലക്ട് ചെയ്യുന്നു, ഇൻസേർട്ട് ചെയ്യുന്നു. കണ്ടോ ഇപ്പോൾ കറക്റ്റായി. ഇനിയിപ്പോൾ ഇതിന് നമുക്ക് സ്മൂത്ത് ചെയ്യണം. അതിന് ഒരു ഷോർട്ട് കട്ട് ഉണ്ട് സബ് ഡിവിഷൻ കൊടുക്കാനായിട്ട്. Ctrl 1 പ്രസ് ചെയ്യുക. കണ്ടോ അപ്പോൾ ഇവിടെ മോഡിഫയർ വന്നു സബ് ഡിവിഷൻ. എന്നിട്ട് ഞാൻ ജസ്റ്റ് വ്യൂ പോർട്ട് ലെവൽ 2 കൊടുക്കുന്നു. കണ്ടോ അപ്പം നമ്മൾ സോസറും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലൂപ്പ്, അതായത് ഈ ഒരു എഡ്ജ് ഭയങ്കര ഷാർപ്പാണെങ്കിൽ ജസ്റ്റ് ഈ ഒരു ലൂപ്പ് കുറച്ച് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് വെച്ചാൽ, അതായത് ഈ ലൂപ്പ് ഫുള്ള് സെലക്ട് ചെയ്യുക, ഓൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് സെലക്ട് ചെയ്യുക, G ഡബിൾ ക്ലിക്ക് ചെയ്യുക, സ്ലൈഡ് ചെയ്യുക. കണ്ടോ അപ്പോൾ ആ ഒരു ലൂപ്പിൽ കൂടെ മാത്രമേ അത് മൂവ് ആകത്തുള്ളൂ. എന്നിട്ട് നിങ്ങൾ സബ് ഡിവിഷൻ കൊടുത്താൽ കണ്ടോ അവിടെ സ്മൂത്തായി. എന്നിട്ട് ഞാൻ ജസ്റ്റ് കപ്പ് അൺഹൈഡ് ചെയ്യുന്നു. ഇപ്പം നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഒരു കപ്പ് ഞാൻ ജസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കളയുവാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത കപ്പ് സെലക്ട് ചെയ്യുന്നു. കണ്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിന് കുറച്ചും കൂടെ സൈസ് വേണമെങ്കിൽ സ്കെയിൽ ചെയ്ത് വെച്ചാൽ മതി. കണ്ടോ ആ ഒരു സൈസ് നമ്മൾ സ്കെയിൽ ചെയ്ത് വെച്ചു. അപ്പോൾ നമ്മൾ ഈസി ആയിട്ടൊരു കപ്പും ക്രിയേറ്റ് ചെയ്തു, ഒരു സോസറും ക്രിയേറ്റ് ചെയ്തു. അടുത്ത നമുക്കിതിന് മെറ്റീരിയൽ ആഡ് ചെയ്യാം. അതിനായിട്ട് മെറ്റീരിയൽ ആഡ് ചെയ്യാനായിട്ട് ഞാൻ Z പ്രസ് ചെയ്യുന്നു, മെറ്റീരിയൽ പ്രിവ്യൂ എടുക്കുന്നു. അപ്പോഴേ നമുക്ക് മെറ്റീരിയൽ ആഡ് ചെയ്യുന്നത് കാണാൻ പറ്റത്തുള്ളൂ. മെറ്റീരിയൽ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കാണാൻ പറ്റത്തുള്ളൂ. കപ്പ് സെലക്ട് ചെയ്യുന്നു, ന്യൂ കൊടുക്കുന്നു, ഞാൻ കപ്പ് ന്യൂ എന്ന് കൊടുക്കുന്നു. ഓക്കെ, കപ്പ് ന്യൂ എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ ആഡ് ചെയ്തു. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഈ റഫ്നെസ് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, റഫ്നെസ് കുറച്ച് കഴിഞ്ഞാൽ കണ്ടോ ഒരു തിളക്കം വരുന്നുണ്ട് കപ്പിന്. അപ്പോൾ ഞാൻ ഒരു 0.1 കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ കപ്പിന് ഇപ്പോൾ ഒരു തിളക്കം വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടെ കാണാനായിട്ട് ഒരു ഡാർക്ക് കളർ കൊടുക്കുക, അതായത് ഒരു ബ്ലാക്ക് കൊടുക്കുക. കണ്ടോ
ഒരു തിളക്കം വന്നിട്ട്. അപ്പോൾ നമ്മൾ റഫ്നെസ് കൂടി കിടക്കുവാണെങ്കിൽ ഇങ്ങനെ മാറ്റ് ആയിട്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മാറ്റ് ഫിനിഷാണ് വേണ്ടെങ്കിൽ ഈ റഫ്നെസ് കൂട്ടി കൊടുക്കാം. എനിക്ക് കുറച്ച് തിളക്കമുള്ള ഒരു മെറ്റീരിയൽ വേണ്ടതുകൊണ്ട് ഞാനൊരു 0.15 എടുത്ത് കഴിഞ്ഞാൽ കണ്ടോ കപ്പിന് ഒരു തിളക്കം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ മെറ്റീരിയൽ തന്നെ നമുക്ക് ഈ സോസറിന് ആഡ് ചെയ്യണം. അതിന് ഈ സോസർ സെലക്ട് ചെയ്യുന്നു. ഇവിടെ പോയിട്ട് ഇപ്പോൾ ഇവിടെ മെറ്റീരിയലൊന്നും ഇല്ല. അപ്പോൾ ന്യൂ ക്രിയേറ്റ് ചെയ്യേണ്ട, ഇതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ക്രിയേറ്റ് ചെയ്ത കപ്പ് ന്യൂ സെലക്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ അപ്പോൾ ആ സെയിം എക്സാക്റ്റ് മെറ്റീരിയൽ ഈ ഒരു സോസറിന് കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ഇതിപ്പോൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കപ്പ് മൂവ് ആവും. അത് കഴിഞ്ഞ് ഇങ്ങനെ മൂവ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യാനായിട്ട് കപ്പ് സെലക്ട് ചെയ്യുന്നു, ഇത് സെലക്ട് ചെയ്യുന്നു, Ctrl+J പ്രസ് ചെയ്യുന്നു. കണ്ടോ ഒറ്റ ഒബ്ജക്റ്റായി. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് റീനെയിം ചെയ്യാനായിട്ട് ഇവിടെ പോയിട്ട് കപ്പ് റീനെയിം ചെയ്ത് വെക്കാം. കണ്ടോ സെറ്റായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഫൈനൽ മോഡൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ലൈറ്റൊക്കെ എൻവിറോൺമെൻ്റ് ഒക്കെ ആഡ് ചെയ്തിട്ട് റെൻഡർ ചെയ്യാനാണ്. അതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.